ഹലോ നമസ്കാരം. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ibis പെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്ന വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ട് എനിക്ക് നിങ്ങൾ അതുപോലെ വരച്ചയച്ചു തരികയാണെങ്കിൽ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ibis പെയിൻറ്റിൽ ഇതുവരെ 3 പാർട്ടുകളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈറ്റിൽ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു, ഹെയർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പാർട്ട് 2 കാണിച്ചു, പാർട്ട് 3 എങ്ങനെ ഫേസിന് ഷെയ്ഡ്സും അതുപോലെ ബേസ് കളർ നൽകാമെന്ന് കാണിച്ചു. ഇനി നമുക്ക് പാർട്ട് 4 കടക്കാം. തുടക്കം തന്നെ ഷേഡിൻ്റെ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഷേഡിൻ്റെ ബേസ് കളറിന് മുകളിലായിട്ട് ഒരു പുതിയ ലെയർ എടുത്തു വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടൂളിൽ ലാസോ ഫില്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പാസിറ്റി ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് വെച്ചിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഷേഡിൻ്റെ ഷെയ്ഡിങ്സ് നോക്കി റെഫറൻസിലെ ഷേഡിൻ്റെ ഷെയ്ഡിങ്സ് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഷെയ്ഡിങ്സ് വേണമെന്നും അതുപോലെ എത്രത്തോളം ഡാർക്ക് അപ്ലൈ ചെയ്യണമെന്നും നിങ്ങൾ ആ ഒരു ചിത്രം കറക്റ്റ് നോക്കി ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് അതിൽ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഏരിയാസിലും ഈ ഒരു സ്പെഷ്യൽ ടൂളിലെ ലാസോ ഫില്ല് യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഷെയ്ഡിങ്സ് നൽകുക. ഈ ചെയ്യുന്ന ഷെയ്ഡിങ്സ് ഈ ഒരു ഷർട്ടിൻ്റെ ബേസ് കളറിലേക്ക് ക്ലിപ്പിംഗ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ആ ഒരു കാറിൻ്റെ പോർഷനിൽ ഷെയ്ഡ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസ് കളറിന് മുകളിലായിട്ട് ഒരു ലെയർ എടുത്ത് വെച്ചിട്ട് ആ ഒരു ലെയറിൽ ബ്ലാക്ക് യൂസ് ചെയ്തുകൊണ്ട് ഷെയ്ഡ് നൽകുകയാണ്. അതും സ്പെഷ്യൽ ടൂളിൽ ലാസോ ഫില്ല് യൂസ് ചെയ്തിട്ട് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ഷെയ്ഡിങ്സ് വേണമെന്നുള്ളത് നോക്കിയിട്ട് നേരത്തെ ചെയ്ത ആ സെയിം മെത്തേഡ് ഇവിടെയും ബ്ലാക്ക് ഷെയ്ഡ് നൽകുകയാണ്. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത ശേഷം ഈ ഒരു കാറിൻ്റെ മുകളിലായിട്ട് വരുന്ന കളേഴ്സൊക്കെ ഒന്ന് അടിക്കാനുണ്ട്. അതും ഈ സെയിം മെത്തേഡിൽ തന്നെ കളർ പിക്ക് ചെയ്തെടുത്തിട്ട് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്പെഷ്യൽ ടൂളിൽ ലാസോ ഫില്ല് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു കാർ പോർഷൻ്റെ മേലെ കൊടുത്ത ഹൈലൈറ്റും ഷെയ്ഡിങ്സും ഇതിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും ഇതിലേക്ക് ബേസ് കളറിലേക്ക് മെർജ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഒരു കാറിൻ്റെ ഏരിയയിൽ ചെറിയൊരു ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയിനായിട്ട് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ ടെക്സ്ചർ നൽകുകയാണ്. ഇങ്ങനെ കൊടുത്ത ടെക്സ്ചറിൻ്റെ രണ്ട് ഏരിയയിലും ചെറുതായിട്ട് ഫെയ്ഡ് നൽകാനായിട്ട് ഇറേസറിൽ എയർ ബ്രഷ് സെലക്ട് ചെയ്യാണ്. എയർ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് സൈസ് കൂട്ടിയിട്ട് ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് എൻഡിലും ഫെയ്ഡ് നൽകുകയാണ്. ചെറുതായിട്ട് ഇറേസ് ചെയ്യാന്ന് പറയാം. അങ്ങനെ കാറിൻ്റെയും അതുപോലെ ആ സീറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഷെയ്ഡ്സും ഹൈലൈറ്റൊക്കെ നൽകി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഒരു കാറിൻ്റെ ഷെയ്ഡ്സും അതുപോലെ ബേസ് കളറും തമ്മിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ടൂളിൽ വന്ന് ഡിപ്പ് പെൻ സോഫ്റ്റ് സെലക്ട് ചെയ്ത് ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ബ്ലെൻഡിങ് സെയിം ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് സൈസ് ഇൻക്രീസ് ചെയ്തിട്ടും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഷർട്ടിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് കാണാം ഷേഡിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ലാസോ ഫില്ല് യൂസ് ചെയ്തുകൊണ്ട് കളർ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കൂർത്തത് പോലെ എൻഡൊക്കെ കൂർത്തത് പോലെ കാണാം. അപ്പോൾ ആ ഒരു എഡ്ജൊക്കെ നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലർ എന്ന ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെയൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുത്തത്. അതുപോലെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ചെറിയൊരു ഹെയറിൻ്റെ ലൈൻസൊക്കെ നമുക്ക് ഡിപ്പവെൻ്റ് സോഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ ഹെയർ എന്ന ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഫേസിൻ്റെ ഷെയ്ഡ്സ് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫേസിൻ്റെ ലെയർ, ആ ഒരു ഷെയ്ഡ്സിൻ്റെ ലെയർ ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ബ്ലെൻഡിങ് ടൂളിൽ ഡിപ്പവെൻ്റ് സോഫ്റ്റ് സെലക്ട് ചെയ്തിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ട് കളറുകൾ തമ്മിൽ ബ്ലെൻഡ് ആകുന്ന രീതിയിൽ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫേസിൻ്റെ ബ്ലെൻഡിങ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കുറച്ച് ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടി സ്പട്ടറിങ് 2 എന്ന് പറയുന്ന ബ്രഷ് സെലക്ട് ചെയ്തിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ലെയർ എടുത്ത് വെച്ചിട്ട് ആ ഒരു ലെയറിൽ ഒപ്പാസിറ്റി കുറഞ്ഞ രീതിയിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ഫേസിൻ്റെ ഏറ്റവും ഡാർക്ക് കളേഴ്സോ ഹൈലൈറ്റോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് സ്കിന്നിൻ്റെ ടെക്സ്ചർ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു ലെയർ ഇതിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് വെക്കണം. എന്നാൽ ഈ ഒരു ഫേസിൻ്റെ ഷെയ്ഡ്സിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ ഏരിയയിൽ നിന്ന് കളർ പിക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ലിപ്പിന് കളർ നൽകുക, ഷെയ്ഡ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫേസിൻ്റെ ഔട്ട്ലൈന് മുകളിലായിട്ട് ഞാനൊരു ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നോർമലി ലിപ്പിന് എങ്ങനെയാണോ ഷെയ്ഡ്സ് ഒക്കെ നൽകുന്നത്, ഇൻഫിനിറ്റി ഡിസൈനൊക്കെ എങ്ങനെയാണോ ഷെയ്ഡ്സ് ഒക്കെ നൽകുക, അതുപോലെ തന്നെയാണ് ഞാൻ ഇതിൽ നിന്നും ചെയ്യുന്നത്. സെയിം ഇൻഫിനിറ്റി ഡിസൈനുള്ള ആ ഒരു ബ്രഷ് തന്നെ ഇവിടെ സ്പെഷ്യൽ ടൂളിൽ ലാസോ ഫിൽ എന്ന് കാണിച്ചിരിക്കുന്നു. ആ ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ ബ്ലാക്കിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലിങ്ങനെ ഷെയ്ഡ്സ് നൽകുന്നു. എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. രണ്ടാമതായിട്ട് ഡിപ്പവെൻ്റ് സോഫ്റ്റാണ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ ഒരു ഷെയ്ഡ്സിനെ താഴെയാക്കിയിട്ട് ഒരു ലെയർ എടുത്ത് വെക്കുക. ആ ഒരു ലെയറിൽ നമ്മൾ കളേഴ്സ് നൽകുകയാണ്. ലിപ്പിൻ്റെ കളർ പിക്ക് ചെയ്തിട്ട് ഡാർക്ക് ടു ലൈറ്റ് എന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ കളർ മാത്രം നൽകാവുന്നതാണ്.
ഇങ്ങനെ ഈ ഒരു ലിപ്പിന് കളർ നൽകിയ ശേഷം ഇത് ലോക്കായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ലോക്ക് റിമൂവ് ചെയ്തിട്ട് ഇറേസറിൽ വരിക. ഇറേസറിൽ എയർ ബ്രഷ് പാർട്ടിക്കിൾ എന്ന് പറയുന്നൊരു ബ്രഷ് ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് അത് ചെറിയ ടെക്സ്ചർ പോലെ വരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു എഡ്ജൊക്കെ ലിപ്പിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റിയും സൈസൊക്കെ നമുക്ക് ആവശ്യത്തിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇറേസ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ലിപ്പിൻ്റെ കളറും ഷെയ്ഡ്സൊക്കെ നൽകി കഴിഞ്ഞു. ആ ഒരു ബ്ലെൻഡിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇറേസിങ് ചെയ്തത് ആ ഒരു ഫേസിൻ്റെ കളറുമായിട്ട് ലിപ്പ് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ലെയറിൽ വന്നിട്ട് ഈ ഒരു ലിപ്പിൻ്റെ കളറൊക്കെ മെർജ് ചെയ്തിട്ട് ഔട്ട്ലൈൻ്റെ ലെയറുമായിട്ട് മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഫേസിൻ്റെ കളറിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ വീണ്ടും എടുക്കുക. അതിൽ നമ്മൾ ഐയുടെ സെക്ഷൻ വരക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ആ ഒരു പുതിയ ലെയറിൽ വരച്ചെടുക്കുകയാണ്. ഓക്കെ, അത് നോർമലി നമ്മൾ ഈ ഒരു എയർ ബ്രഷ് അല്ല, സ്പെഷ്യൽ ടൂളിലെ ലാസോ ഫില്ലും അതുപോലെ ഡിപ്പ് ആൻഡ് സോഫ്റ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐൻ്റെ ഔട്ട്ലൈന് വരച്ചെടുക്കുന്നത്. അങ്ങനെ ഐയുടെ ആ ഒരു ഭാഗം കൂടി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മെത്തേഡും ഒരേപോലെ തന്നെയാണ്, അവിടെ ഐൻ്റെ അധികം കൂടുതലായിട്ട് പറയാതിരുന്നത്. ഹൈഡ് ചെയ്ത് വെച്ച ലേയേഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നമുക്ക് എങ്ങനെയുള്ളതെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഐബിസ് പെയിൻറ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ട്യൂട്ടോറിയൽ അവസാന പാർട്ടും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.